അടുത്ത ദിവസം കാലത്തെ തന്നെ അവൾ കോളേജിൽ പോകുന്ന വ്യാജേന വീട്ടിൽ നിന്നിറങ്ങി. കെയും ഹോസ്പിറ്റലിലേക്കാണ് പക്ഷേ സേതു പോയത്. അവിടെ ചെന്നപ്പോൾ മാത്യു സാറിനെ അവൾ കണ്ടു. സേതു എന്താ ഇവിടെ? സാർ ചോദിച്ചു. എൻ്റെ ഒരു ബന്ധു ഇവിടെ ഉണ്ട് സാർ, ഞാൻ കാണുമെന്നതാ. സാറിൻ്റെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ട്, ഞാൻ കണ്ടിട്ട് മടങ്ങുക, ഇന്ന് കോളേജിൽ പോകണം എന്ന് പറഞ്ഞ അയാൾ വേഗം യാത്ര പറഞ്ഞു പോയി. സേതുലക്ഷ്മി റിസപ്ഷനിൽ ചെന്നിട്ട് തേജസ് കൃഷ്ണയുടെ റൂം കണ്ടുപിടിച്ചു. അവൾ അവിടേക്ക് കയറി ചെന്നപ്പോൾ തേജസ് മയങ്ങിക്കിടക്കുകയാണ്. റൂമിൽ വേറെ ആരുമില്ല. ഒരു സിസ്റ്റർ വന്ന് കുടിക്കാനുള്ള വെള്ളം ജഗിലേക്ക് പകരുന്നത് അവൾ കണ്ടു. അവൾ പുറത്ത് വെയിറ്റ് ചെയ്തു. സിസ്റ്റർ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവൾ വിളിച്ചു. അവർ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. ഇദ്ദേഹത്തിൻ്റെ കൂടെ ആരുമില്ലേ? അവൾ പതിയെ ചോദിച്ചു. നിങ്ങളാരാണ്? സിസ്റ്റർ അവളെ നോക്കി. എൻ്റെ പേര് സേതുലക്ഷ്മി, സാറിന് നന്നായിട്ട് അറിയും. ഓ, താനാണോ സേതു? സാറ് അബോധാവസ്ഥയിലും ബോധാവസ്ഥയിലും എല്ലാം പറയുന്ന ഒരേയൊരു നാമം എൻ്റെ ലക്ഷ്മിയെന്ന് മാത്രമായിരുന്നു. അവളുടെ കണ്ണുകൾ തുളുമ്പി വന്നു. സാറിൻ്റെ അമ്മയുടെ സിസ്റ്റർ? അത് തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അമ്മയുണ്ടായിരുന്നു, ഇപ്പോൾ പുറത്തേക്ക് പോയതാ. വീട്ടിൽ നിന്നുള്ള ഭക്ഷണം മതിയെന്ന് പറഞ്ഞ് സാറ് ബഹളോ, അതുകൊണ്ട് അമ്മ ഭക്ഷണം ഉണ്ടാക്കി വരാൻ വേണ്ടി പോയി. സാർ ഇതുവരെ ഒന്നും കഴിച്ചില്ല, സിസ്റ്റർ അവളോട് പറഞ്ഞു. അദ്ദേഹം മയങ്ങുവാണോ സിസ്റ്റർ? അവൾ വീണ്ടും ചോദിച്ചു. അല്ല, വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് അവർ അടുത്ത റൂം ലക്ഷ്യമാക്കി നടന്നു. സേതുലക്ഷ്മി അകത്ത് കയറി വാതിൽ ചാരിയിട്ടിട്ട് കിച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു. ഒരുപാട് ക്ഷീണിച്ചതുപോലെ. ഇടത് കൈയാണ് സർജറി ചെയ്തതെന്ന് തോന്നുന്നു. അത് അനങ്ങാതെ വെച്ചിരിക്കുകയാണ്. നെറ്റിയിലെല്ലാം രക്തമയമുണ്ട്. സേതുലക്ഷ്മിക്ക് ചങ്ക് പൊട്ടി. അവൾ ഒച്ചയുണ്ടാക്കാതെ അവൻ്റെ കാഴ്ചവെട്ടിൽ നിന്ന് കരഞ്ഞു. ചുടുകണ്ണീർ കാലിൽ വീണതും തേജസ് കണ്ണു തുറന്നു. സേതുലക്ഷ്മി. അവൻ്റെ ചുണ്ടിൽ ഒരു വരണ്ട ചിരിവട. കിച്ചുവേട്ട എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുവാണ് സേതു. അവളുടെ സങ്കടം തീരും വരെ അവൾ കരഞ്ഞു. കിച്ചു അവളോട് എഴുന്നേക്കാൻ പറഞ്ഞിട്ടും അവൾ അനങ്ങിയില്ല. ലക്ഷ്മി ഈ കരച്ചിലൊന്ന് നിർത്ത്, താൻ ദയവ് ചെയ്ത് എഴുന്നേക്ക്, ആരെങ്കിലും വന്നാൽ മോശമാ, തേജസ് അവളോട് പറഞ്ഞു. സേതു പതിയെ എഴുന്നേറ്റു. അവൻ്റെ അടുത്ത് വന്ന് നിന്ന് കുനിഞ്ഞു. എന്നോട് ക്ഷമിക്കണം കിച്ചുവേട്ട, അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഞാൻ 100 വട്ടം മാപ്പ് ചോദിക്കുന്നു. എനിക്കെൻ്റെ കിച്ചുവേട്ടനില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ നിറയെ നിങ്ങളാണ്. എന്നെ ഉപേക്ഷിക്കരുത്, എനിക്ക് വേറെ ആരുമില്ല. സേതു വേദനയോടെ കരയുകയാണ്. തേജസ്സിന് ഇത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാൻ തന്നെ അല്പം ബുദ്ധിമുട്ടായിപ്പോയി. തൻ്റെ പെണ്ണ് തൻ്റെ കൺമുമ്പിൽ തന്നെ എത്തിയല്ലോ. അവളുടെ ഓരോ വാചകങ്ങളും അവൻ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ അവൾ വീണ്ടും തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. തേജസ് സന്തോഷം കൊണ്ട് മതിമറന്നു. സേതു, ഇയാൾ വിഷമിക്കണ്ട, എനിക്കൊന്നും പറ്റിയില്ലല്ലോ, ഇതൊരു 3 മാസം കൊണ്ടൊക്കെ ഓക്കെ ആകും, അവൻ ഉത്സാഹത്തോടെ പറഞ്ഞു. ഇപ്പോൾ അവൻ്റെ വേദനയ്ക്കൊക്കെ ഒരു ശമനം വന്നതുപോലെ. ആ സമയത്താണ് അവൻ്റെ ഫോൺ ശബ്ദിച്ചത്. അമ്മയാണ് വിളിക്കുന്നത്. അവനതെടുക്കാനൊരു ശ്രമം നടത്തി. അപ്പോഴേക്കും സേതു അതെടുത്ത് ചെവിയോട് ചേർത്തു. അമ്മേ. ആ, പറയൂ. ഉള്ളിത്തീയൽ മതി. ഓക്കെ. അവൻ ഫോൺ കട്ട് ചെയ്യുവാൻ അവളോട് പറഞ്ഞു. അമ്മ ഉച്ചക്കത്തെ ഊണിന് ഉള്ളിത്തീയൽ മതിയൊന്ന് ചോദിക്കാൻ വിളിച്ചതാ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ സേതു അവളുടെ ടിഫിൻ ബോക്സ് എടുത്തു. ഏട്ടൻ എഴുന്നേക്ക്, ഞാൻ ഭക്ഷണം തരാം. അവൾ അവൻ്റെ തോളിൽ കൂടി കൈയിട്ട് അവനെ പതിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. സേതു, ഇപ്പോൾ എനിക്കൊന്നും വേണ്ട പ്ലീസ്, അവൻ അവളോട് കെഞ്ചി പറഞ്ഞെങ്കിലും അവളത് കൂട്ടാക്കിയില്ല. അവൾ അവൻ്റെ കട്ടിലിൻ്റെ ഓരത്തിരുന്ന് ചോറും കറികളുമൊക്കെ ഉരുട്ടി അവന് കൊടുക്കുകയാണ്. മതിയെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് അവൾ അവനെ കഴിപ്പിച്ചു. ആവൂ, ഓർക്കപ്പുറത്ത് കിച്ചു അവളുടെ വിരലിൽ കടിച്ചപ്പോൾ അവൾ അവളുടെ കൈ പിറകോട്ട് പിൻവലിച്ചു. ആ കൈകൾ ബലമായി തന്നെ അവൻ തന്നിലേക്ക് പിടിച്ചെടുത്തു. അവൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. എന്നിട്ട് പതിയെ അവളോട് പറഞ്ഞു. നീ എൻ്റേതാണ് ലക്ഷ്മി, എൻ്റേത് മാത്രം. ഈ കിച്ചുവിൻ്റെ സ്വന്തം പെണ്ണ്. ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എൻ്റെ മരണം വരെ നീ എൻ്റെ കൂടെ കാണും. തേജസിൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ലക്ഷ്മി, നീ ഇനി പൊയ്ക്കോ, ഇല്ലെങ്കിൽ ശരിയാവില്ല. ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ പ്രോബ്ലം ആവും.
തേജസ് അവളോടായി പറഞ്ഞു. ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേട്ടാ, അവധി എടുത്തു. ഇനി വൈകിട്ട് വീട്ടിലേക്ക് പോകാം. അതുവരെ കിച്ചുവേട്ടൻ്റെ അടുത്ത് ഇരിക്കാം. അവൾ കിച്ചുവിന് കുടിക്കുവാനായി ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നുകൊണ്ട് അവനെ നോക്കി. അവനും അവളെ പറഞ്ഞുവിടാൻ മനസ്സില്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ വന്നാലോ എന്നും അവൻ ഓർത്തു. ലച്ചു ആരാണെന്ന ചോദ്യം വരും. അതവൻ അവളെ പറഞ്ഞു മനസ്സിലാക്കി. എങ്കിൽ അമ്മ വന്നിട്ട് ഞാൻ പൊയ്ക്കോളാം ഏട്ടാ, കിച്ചുവേട്ടനും തനിച്ചല്ലേ ഉള്ളൂ, അതുവരെ ഇവിടെ ഇരുന്നോട്ടെ. സേതുലക്ഷ്മി അനുവാദത്തിനായി അവനെ നോക്കി. വേണ്ട ലച്ചു, നീ ഇപ്പോൾ പൊയ്ക്കോ, ഞാൻ വിളിക്കാം നിന്നെ. അമ്മ ഇപ്പോൾ നമ്മുടെ ബന്ധം അറിയണ്ട, അതായിരിക്കും നല്ലത്. തേജസ് അവളെ വീണ്ടും നിർബന്ധിച്ചു. ഓക്കെ, എങ്കിൽ ഞാൻ പൊയ്ക്കോളാം, റെസ്റ്റ് എടുക്ക്. അവൾ മനസ്സില്ലാ മനസ്സോടെ പോകാനായി എഴുന്നേറ്റു. അപ്പോഴേക്കും സുന്ദരിയായ ഒരു നേഴ്സ് അങ്ങോട്ട് കയറി വന്നു. തേജസ്, ഈ ടാബ്ലറ്റ് കഴിക്കാനുണ്ട് കേട്ടോ, പതിയെ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് നേഴ്സ് അവൻ്റെ അടുത്തേക്ക് വന്നു. അവർ പതിയെ അവനെ താങ്ങിയിരുത്തി ഗുളികയും വെള്ളവും ഒക്കെ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. എങ്കിൽ നീ പൊയ്ക്കോ ലച്ചു. അവൻ വീണ്ടും ലച്ചുവിനെ നോക്കി. പെട്ടെന്ന് അവൾക്ക് ദേഷ്യം വന്നു. കുറെ നേരായി പൊയ്ക്കോളൂ പൊയ്ക്കോളൂ എന്ന് തന്നെ പറയുന്നു. അവൾ അവനോട് യാത്ര പോലും പറയാതെ ബാഗുമെടുത്ത് വേഗം ഇറങ്ങിപ്പോയി. ലച്ചു തന്നോട് പിണങ്ങിയെന്നവന് മനസ്സിലായി. എന്താ ലച്ചു, നീ ഇന്ന് നേരത്തെ വന്നത്? സ്ട്രൈക്കാണോ കോളേജിൽ? പതിവില്ലാതെ ഉച്ചയ്ക്ക് വന്ന മകളോട് അമ്മ തിരക്കി. അല്ലമ്മേ, ഭയങ്കര തലവേദന, ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്ത് പോന്നതാണ് എന്ന് പറഞ്ഞവൾ അകത്തേക്ക് പോയി. തേജസിൻ്റെ അമ്മ ഉച്ചയ്ക്ക് ഭക്ഷണവുമായിട്ട് മകൻ്റെ അടുത്തേക്ക് വന്നു. അമ്മ പുറത്തേക്ക് മരുന്ന് മേടിക്കാൻ പോയ സമയത്ത് തേജസ് ഫോൺ വേഗം കൊടുത്ത് സേതുവിനെ വിളിച്ചു. ഹലോ. താല്പര്യമില്ലാത്ത മട്ടിൽ അവൾ അവനോട് മിണ്ടി. ലച്ചു എന്നോട് പിണങ്ങിയോ? നീ പോയ പിറകെ അമ്മയും അമ്മാവനും കൂടി വന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അവനവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഓക്കെ ഓക്കെ, എല്ലാം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ആ നേഴ്സിനെ കൊണ്ട് ഇയാളുടെ ദേഹത്തൊന്നും പിടിപ്പിക്കണ്ട കേട്ടോ. അമ്മയുടെ സഹായം ഉണ്ടല്ലോ എപ്പോഴും. എനിക്കതത്ര പിടിച്ചൊന്നുമില്ല. അവളുടെ ഗൗരവത്തിലുള്ള മറുപടി കേട്ടതും തേജസ് ഉറക്കെ ചിരിച്ചു. 2 ആഴ്ച കൊണ്ട് തേജസ് ആശുപത്രിവാസം അവസാനിപ്പിച്ചിരുന്നു. സേതു ഇതിനോടകം ഒരു തവണ കൂടി അവനെ കാണാൻ പോയി. അവരുടെ പ്രണയവും ഒരുപാട് വളർന്നു. സേതുലക്ഷ്മി രാത്രിയിൽ അവനെ വിളിക്കും, കുറേ സംസാരിക്കും. നേരിട്ട് കാണുവാനുള്ള അവസരം കുറവായിരുന്നു, കാരണം അവന് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഇത്രയ്ക്ക് സ്നേഹം മനസ്സിലുണ്ടായിരുന്ന ആളാണോ എന്നോട് അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടത്? മേലാൽ കണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞത്? അവൻ ഉറക്കെ ചിരിച്ചു ചോദിച്ചു. അതെൻ്റെ അച്ഛനും അമ്മയുമൊക്കെ, അവരെയൊക്കെ ഓർത്തപ്പോഴാണ്. ഇന്നുവരെ ഞാൻ അച്ഛൻ്റെ ഒരു അഭിപ്രായത്തിനും എതിര് നിന്നിട്ടില്ല. അച്ഛനെ ധിക്കരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനി അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഇയാൾ എന്തു ചെയ്യും? എന്നെ മറക്കുമോ? അവൻ്റെ ചോദ്യം അവളുടെ മനസ്സിൽ തറഞ്ഞു. വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ അവൾക്കപ്പോൾ കഴിഞ്ഞിരുന്നില്ല. എല്ലാം ദൈവത്തിന് അർപ്പിക്കുന്നു, അദ്ദേഹം തീരുമാനിക്കട്ടെ എന്താണ് ചെയ്യേണ്ടതെന്ന്. ലച്ചു ആലോചനയോടെയിരുന്നു. അങ്ങനെ കോളേജ് ലൈഫൊക്കെ തീരാറായി അല്ലേ സേതു? ഒരു ദിവസം ക്ലാസ്സിലേക്ക് പോകുമ്പോഴേ അനന്തുവേട്ടൻ അവളോട് ചോദിച്ചു. അതെ ഏട്ടാ, 2 വീക്സ് കൂടി ക്ലാസ് ഉള്ളൂ, പിന്നെ സ്റ്റഡി ലീവാ. നിനക്ക് ഇന്ദുവിൻ്റെ അപ്പച്ചിയുടെ മകൻ ശ്രീഹരി അറിയോ? ദുബായിലാണവൻ. ഇപ്പോൾ അവർ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇന്ദുവിനോട് നിന്നെക്കുറിച്ച് അവർ തിരക്കി. നന്ദുവിൻ്റെ വാക്കുകളിൽ അവൾക്ക് അപകടം മടുത്തു. എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടേട്ടാ, ഏട്ടനൊരു കുഞ്ഞുണ്ടായിട്ട് മതി എനിക്ക് കല്യാണം ആലോചിക്കുന്നതൊക്കെ. ഇപ്പം തന്നെ എന്നെ ഓടിക്കാൻ ആരും ശ്രമിക്കണ്ട എന്നു പറഞ്ഞവൾ മുൻപോട്ട് നോക്കിയിരുന്നെങ്കിലും അവളുടെ ഹൃദയം പെരുമ്പറ മുഴുക്കിക്കൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരം കിച്ചുവിനോടവൾ ഇക്കാര്യം സംസാരിച്ചു. എന്തായാലും ചെക്കൻ വന്നില്ലല്ലോ, അതുകൊണ്ട് സാരമില്ല, കാത്തിരുന്ന് കാണാം എന്ന മറുപടിയാണ് അവനിൽ നിന്ന് ലഭിച്ചത്. കിച്ചുവിന് അപകടം ഉണ്ടായതിൻ്റെ അനാരോഗ്യമൊക്കെ പതിയെ പതിയെ മാറി വന്നു. ഇപ്പോഴവൻ പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് മാറി. സേതുവിൻ്റെ എക്സാം തുടങ്ങിയതിനാൽ അവർ തമ്മിൽ ഒരുപാട് നേരം ഫോൺ സംഭാഷണം ഒന്നുമില്ല. എങ്കിലും രണ്ടുപേരും തമ്മിൽ വിളിക്കും, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും. എക്സാം കഴിഞ്ഞതിൻ്റെ അന്ന് വൈകുന്നേരം കിച്ചു അവളെ വിളിച്ചു. നാളെ രാവിലെ ഗണപതിയാർ കോവിലിൽ വരണമെന്നും അവന് കാലത്തെ തന്നെ അവിടെ എത്തുമെന്നും അറിയിച്ചു.
രണ്ടുപേരും നേരെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി. അവൾക്ക് കിച്ചുവിനെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അമ്പലത്തിൽ പോകുമ്പോൾ ഇന്ദുവേട്ടത്തിയോ അമ്മയോ ആരെങ്കിലും കൂടെ വരും. അപ്പോൾ കിച്ചുവിനെ എങ്ങനെ കാണുമെന്ന് അവൾ ചോദിച്ചു. അതൊന്നും സാരമില്ല, നീ വന്നാൽ മാത്രം മതി. എത്ര ദിവസമായി നേരിട്ടൊന്നും കണ്ടിട്ട്. കാണാണ്ടിരിക്കാൻ കഴിയണില്ല, അവൻ പറഞ്ഞു. അങ്ങനെ അവൾ രാവിലെ തന്നെ അമ്പലത്തിലെത്താമെന്ന് അവനോട് സമ്മതിച്ചു. പിറ്റേ ദിവസം കാലത്തെ തന്നെ അവൾ അമ്മയോട് അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു. എനിക്ക് കാലിന് വയ്യ സേതു, ഭയങ്കര നീരും വേദനയും. നീ ഇന്ദുവിനെ കൂട്ടിക്കൊണ്ടു പോ. പാർവതിബായി ഭീഷണിയായി മകളെ നോക്കി. സാരല്ലമ്മേ, ഞാൻ ഏട്ടത്തിയോട് ചോദിക്കാമെന്ന് പറഞ്ഞ് അവൾ നേരെ ഇന്ദുവിൻ്റെ അടുത്തേക്ക് പോയി. ബ്രഷ് ചെയ്യാതെ എങ്ങനെ വരും അമ്പലത്തിൽ? എനിക്കാണെങ്കിൽ ബ്രഷ് ചെയ്താൽ അപ്പം തന്നെ ഓക്കാനിക്കും. ഇന്ദുവും അമ്പലത്തിൽ പോകാൻ മടി കാണിച്ചപ്പോൾ സേതുവിൻ്റെ മനസ്സിൽ 1000 പൊൻകിരണങ്ങൾ ഒന്നായി ഉദിച്ചു. അമ്മേ, ഇന്ദു അടുത്തേക്ക് വയ്യ, ഒരു കാര്യം ചെയ്യാം, ഞാൻ വേഗം പോയിട്ട് വരാം എന്ന് പറഞ്ഞവൾ മുറിയിലേക്ക് പോയി. അവൾ വേഗം തന്നെ കുളിച്ചിറങ്ങി. കുറേ ദിവസം കൂടി കിച്ചുവിനെ കാണുകയാണ്. ഏതു വേഷം ധരിക്കണമെന്ന ആശങ്കയിലാണവൾ. പച്ച കളറുള്ള ഒരു സെറ്റും മുണ്ടുമാണ് അവൾ എടുത്തത്. അത് ഉടുത്തവൾ നീലക്കണ്ണാടിക്ക് മുമ്പിൽ വന്ന് നിന്നു. അമ്മയുടെ പാലക്കാമാലയും കൂടി എടുത്ത് കഴുത്തിലേക്ക് ഇട്ടു. നന്നായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങി. ഇന്ന് നിന്നെ കിച്ചു എങ്ങനെ പറഞ്ഞു വിടും? അവൾ സ്വയം കണ്ണാടി നോക്കി. അമ്മേ, ഞാൻ ഇറങ്ങുക, പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞവൾ മുറ്റത്തേക്ക് ഇറങ്ങി. അനന്തുവേട്ട, എന്ത് ഭംഗിയായിട്ട് അവൾ സാരി ഉടുത്തത് നോക്കിയേ, ഇന്ദു ഭർത്താവിനോട് പറഞ്ഞു. ശ്രീഹരിയെ കൊണ്ട് നമുക്ക് സേതുവിനെ കെട്ടിക്കാം. ഇവർ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിരിക്കും. ഇന്ദു അവനെ നോക്കി. അതൊക്കെ പിന്നെയല്ലേ, നീ ഇപ്പം അതൊന്നും ഓർക്കണ്ട എന്ന് പറഞ്ഞവൻ അകത്തേക്ക് പോയി. അമ്പലത്തിലെത്തിയിട്ട് അവൾ കിച്ചുവിനെ ഫോൺ ചെയ്തു. അവൻ ഫോൺ എടുക്കുന്നില്ല. ഇതെന്താ ഏട്ടാ ഫോൺ എടുക്കാത്തത്? ഈശ്വര, ഒന്നും വരുത്തരുതേ. എൻ്റെ ജീവൻ എടുത്തോ, എന്നാലും എൻ്റെ കിച്ചുവേട്ടനൊന്നും വരുത്തല്ലേ കൃഷ്ണ. അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു. പെട്ടെന്നാരോ അവളോട് ചുമലി കൈവച്ചു. സേതുലക്ഷ്മി തിരിഞ്ഞു നോക്കിയപ്പോൾ പരിചയമില്ലാത്തൊരു മുഖം. സേതുലക്ഷ്മിക്ക് എന്നെ മനസ്സിലായോ? അവൻ ചോദിച്ചു. അവൾ നിഷേധാർത്ഥത്തിൽ തലകുലുക്കി. പക്ഷേ എനിക്ക് ഇയാളെ അറിയാൻ കേട്ടോ പറഞ്ഞുകൊണ്ടവൻ അമ്പലത്തിലേക്ക് പോയി. ആരാണെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് പിടികിട്ടിയില്ല. ചുറ്റമ്പലത്തെ വലം വെച്ച് കഴിഞ്ഞിട്ടും കിച്ചു വന്നില്ല. തന്നെ കബളിപ്പിക്കുകയാണോ എന്ന് അവൾ ഓർത്തു. അവൾ തിരികെ വീട്ടിലേക്ക് മടങ്ങി. തിരികെ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ മുൻപേ കണ്ട ചെറുപ്പക്കാരൻ വീണ്ടും എത്തി. സേതുലക്ഷ്മി ഇനി തേജസ്സിനെ പ്രതീക്ഷിക്കണ്ട, അയാളുടെ വിവാഹ നിശ്ചയം നാളെയാണ്. ഇതും പറഞ്ഞുകൊണ്ടവൻ വേഗത്തിൽ ബൈക്ക് ഓടിച്ചു പോയി. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സഹായിക്കണേ. 970 സബ്സ്ക്രൈബേഴ്സായി. ഒന്ന് 1K ആക്കി തരുമോ?